നിങ്ങളുടെ പൊന്നാമനയുടെ ഭാവി സുരക്ഷിതമാക്കാൻ എടുത്ത ഈ പ്രധാനപ്പെട്ട സ്റ്റെപ്പിന് അഭിനന്ദനങ്ങൾ. ഗോൾഡൻ റൂൾ ഓഫ് ചൈൽഡ് പ്ലാൻ, ടൈം ബീറ്റ്സ് മണി. അതിലേക്ക് വരുന്നതിന് മുമ്പ് എന്തിനു വേണ്ടിയിട്ടാണ് ഒരു എക്സ്ക്ലൂസീവ് ചൈൽഡ് പ്ലാൻ എന്നെടുക്കുന്നത് ഞാനൊന്ന് വിശദീകരിക്കാം. ഇൻഫ്ലേഷൻ, നമുക്ക് എല്ലാവർക്കും അറിയാം, ഇൻഫ്ലേഷനെ നമ്മൾ എല്ലാവരും സുപരിചിതരാണ്. നവംബർ ഡിസംബർ ഇന്ത്യയിലെ ചരിത്രത്തിൽ ഏറ്റവും കുറഞ്ഞ ഇൻഫ്ലേഷനാണ് നമുക്കുള്ളത്, ബിലോ 2%. അപ്പൊ എന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനോട് ബന്ധപ്പെട്ടിട്ടാണ് ഇന്ത്യയിലെ ബാങ്കിന്റെ ഇൻട്രസ്റ്റും മറ്റുള്ള കാര്യങ്ങളും തീരുമാനിക്കുന്നത്. ഇൻഫ്ലേഷൻ കുറയുന്നതനുസരിച്ച് ബാങ്ക് ഇൻട്രസ്റ്റ് കുറഞ്ഞു വരും. പക്ഷെ അതർ സൈഡ് നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്ന കുട്ടികളുടെ എഡ്യൂക്കേഷൻ കോസ്റ്റ് നിങ്ങൾക്ക് അറിയുമെന്ന് അറിയില്ല, 10% മുകളിലാണ് ഇന്ത്യയിൽ. അപ്പം 10-12% എഡ്യൂക്കേഷൻ കോസ്റ്റ് ഇന്ത്യയിൽ ഇൻക്രീസ് ചെയ്യുമ്പോൾ ശരിക്കും അതിന് ഇൻട്രസ്റ്റ് നോക്കുകയാണെങ്കിൽ 15% ബാങ്ക് ഇൻട്രസ്റ്റ് നമുക്ക് കിട്ടേണ്ടതാണ്. പക്ഷെ നമ്മൾ അതിനെ അടിസ്ഥാനമാക്കിയല്ലോ ഇന്ത്യയിലെ ബാങ്ക് ഇൻട്രസ്റ്റ് തരുന്നത്. ബേസിക്കായ ഭക്ഷണ സാധനങ്ങൾ, സേവനങ്ങൾ, അതിനോടനുബന്ധിച്ച ഇൻഫ്ലേഷൻ ഇൻഡെക്സിന് അനുപാതമായി നമുക്കിവിടെ ഇന്ത്യയിൽ ബാങ്ക് ഇൻട്രസ്റ്റ് കിട്ടുന്നത്. അപ്പൊ തന്നെ നമുക്ക് 12-15% ഗ്രോത്ത് കിട്ടുന്ന പല നിക്ഷേപ സമ്പാദ്യ പദ്ധതികൾ കണ്ടെത്തി അതിൽ നിക്ഷേപിച്ചാലേ കുട്ടികളുടെ വിദ്യാഭ്യാസ ചെലവിന് അനുസരിച്ച് കൂടുന്ന രീതിയിൽ നമ്മളുടെ ഇൻകം കൂടുള്ളൂ. നമുക്ക് എത്ര ഇൻകം കിട്ടി എന്നതില്ല കാര്യം, എവിടെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു. അതിനോട് ആനുപാതികമായ ഗ്രോത്ത് കിട്ടിയില്ല എങ്കിൽ നമ്മുടെ വളർച്ച മുരടിച്ചെന്ന് പറയാം. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ടൈം ബീറ്റ്സ് മണി. നമ്മൊരു ഉദാഹരണത്തോടെ സമർത്ഥിക്കാം. ഒരു വ്യക്തിക്ക് ഒരു കുട്ടി ഉണ്ടായി ഉടനെ തന്നെ നേരത്തെ പ്ലാൻ ചെയ്തിരുന്നു, എല്ലാ മാസം 25,000 രൂപ, അത് വർഷത്തിലോ മാസമോ, ഞാൻ ഉദാഹരണം പറയുന്നേ ഉള്ളൂ, 25,000 രൂപ വെച്ച് എല്ലാ മാസം ആ കുട്ടിക്ക് വേണ്ടി എക്സ്ക്ലൂസീവായി മാറ്റുകയാണ്. 20 വർഷമാകുമ്പോൾ ആണ് ആ എമൗണ്ട് മെച്യൂരിറ്റി ആവാൻ അവർ ഉദ്ദേശിക്കുന്നത്. 25,000 രൂപ 20 കൊല്ലം അടയ്ക്കുന്നത് ഒരു ആവറേജ് 14% ഗ്രോത്ത് കിട്ടുന്ന ഒരു ഫണ്ടിലാണെങ്കിൽ അദ്ദേഹം 20 കൊല്ലം കഴിഞ്ഞ് അദ്ദേഹം അടച്ചു തീർത്തത് 60 ലക്ഷം രൂപയും അദ്ദേഹത്തിന് ഇതിലൂടെ കിട്ടുന്ന സമ്പാദ്യം മെച്യൂരിറ്റി 2,95,00,000 രൂപയാണ് തിരിച്ചു കിട്ടുന്നത്. ഇനി രണ്ടാമതൊരു വ്യക്തി, അദ്ദേഹത്തിനും ഇൻവെസ്റ്റ് ചെയ്യാനുള്ള, സേവ് ചെയ്യാനുള്ള സാഹചര്യവും സാമ്പത്തികവും ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും തീരുമാനം എടുക്കാൻ 12 കൊല്ലം കഴിഞ്ഞു. കുട്ടിയുടെ 12ാമത്തെ വയസ്സിലാണ് എന്തെങ്കിലും ഒരു എക്സ്ക്ലൂസീവ് ചൈൽഡ് പ്ലാന് വേണ്ടി മാറ്റിവെക്കാൻ ഉദ്ദേശിച്ചത്. ആദ്യത്തെ വ്യക്തി അടച്ചതിനേക്കാട്ട് 3 ഇരട്ടി, അതായത് ആദ്യത്തെ വ്യക്തി 25,000 അടച്ചപ്പോൾ അദ്ദേഹം അടയ്ക്കുന്നത് 75,000. 20 കൊല്ലം കഴിഞ്ഞപ്പോൾ അദ്ദേഹം അടച്ചത് 72 ലക്ഷം രൂപ അടച്ചു. ആദ്യത്തെ ആൾ അടച്ചത് 60 ലക്ഷം രൂപ മാത്രം. അദ്ദേഹത്തിന് തിരിച്ചു കിട്ടിയത് 1,30,00,000 രൂപ മാത്രമാണ്. ആദ്യത്തെ വ്യക്തിയുമായി, ആദ്യത്തെ പാരന്റുമായി കമ്പയർ ചെയ്യുമ്പം 1,60,00,000 രൂപ രണ്ടാമത്തെ വ്യക്തിക്ക് കുറവാണ് കിട്ടിയത്. ഇവിടെയാണ് പറയുന്നത്, നേരത്തെ തുടങ്ങിയ കുറച്ചടച്ചു കഴിഞ്ഞാലും മെച്യൂരിറ്റി എമൗണ്ട് വലുതായിരിക്കും. ലേറ്റായി കഴിഞ്ഞാൽ 3 ഇരട്ടി അടച്ചു കഴിഞ്ഞാലും നമുക്ക് കിട്ടുന്ന എമൗണ്ട് വളരെ കുറവായിരിക്കും. അപ്പൊ ഈ രീതിയിൽ തന്നെ നമുക്ക് ചൈൽഡ് പ്ലാൻ ചെയ്യേണ്ടതുണ്ട്. നമ്മൾ കുട്ടികളുടെ പ്ലാൻ എന്ന് എടുത്തു പറഞ്ഞ് വിളിക്കുന്നത് ചൈൽഡ് പ്ലാൻ, ചിൽഡ്രൻസ് പ്ലാൻ പറയും. അതിനൊരു ഒരു ഇൻറ്റിമസി, ഒരു മാനസികമായ ഒരു അടുപ്പം കിട്ടാനാണ്. കാരണം കുട്ടികൾക്ക് വേണ്ടി നമ്മൾ മാറ്റി വെച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ ഒരു കാലത്തും അത് നിർത്തില്ല. കാരണം കുട്ടി വളരെ നമ്മൾ മുമ്പിൽ കാണാം, അതിനനുസരിച്ച് നമ്മുടെ ഫണ്ട് വളരേണ്ടതുണ്ട്. മറ്റൊരു ഇതിലൊരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇടയ്ക്ക് കാറ് മാറ്റി വാങ്ങും, വീടിൻ്റെ പെയിൻറ് മാറ്റിയടിക്കും, അല്ലെങ്കിൽ ടൂർ പോവും, ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പല കാര്യങ്ങളും ചെയ്യും. ബാക്കി എന്ത് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് നിങ്ങൾ തൊടാതെ മാറി. കാരണം ഇതിനൊരു ഇമോഷണൽ ടച്ച് ഉണ്ട്. കുട്ടി വേണ്ടി ചൈൽഡ് ഫണ്ട്, ചിൽഡ്രൻസ് പ്ലാൻ, അത് തൊടാൻ ഒരുപക്ഷെ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് സമ്മതിക്കില്ല. അതുകൊണ്ട് തന്നെ ഇത് തുടങ്ങിക്കഴിഞ്ഞാൽ അത് മുമ്പോട്ട് തുടർച്ചയായി പൊയ്ക്കൊണ്ട് തന്നെ ഇരിക്കും. വേറൊന്ന്, ഇതിൽ ഫ്ലെക്സിബിലിറ്റിയാണ്. 20 കൊല്ലത്തേക്കാണ് പ്ലാൻ ചെയ്തത് എങ്കിലും 0 വയസ്സ് തുടങ്ങി 5ാമത്തെ വയസ്സിൽ LKG പോകാൻ നമുക്ക് 2 ലക്ഷം രൂപ വേണമെങ്കിലും ഇതിൽ എടുക്കാം. ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. ഒരേ ഫണ്ട് തന്നെ LKG മുതൽ ഹയർ സ്റ്റഡീസ് വരെ ഇതിൽ പ്ലാൻ ചെയ്ത് പോകാം. ഇടയ്ക്ക് എടുക്കാം, എമൗണ്ട് കൂട്ടാം. കാരണം ഇന്നടയ്ക്കുന്ന 25,000 രൂപ ആയിരിക്കില്ല 5 കൊല്ലം കഴിഞ്ഞാൽ അല്ലെങ്കിൽ 20ാമത്തെ കൊല്ലം അടയ്ക്കാൻ കപ്പാസിറ്റി ഉള്ളത്. കപ്പാസിറ്റി കൂടുന്നതിനനുസരിച്ച് എല്ലാ കൊല്ലവും വേണമെങ്കിൽ 10% നമുക്ക് കൂട്ടാം. നേരത്തെ പറഞ്ഞത് എപ്പോൾ വേണമെങ്കിലും പൈസ ആവശ്യമുണ്ടെങ്കിൽ 5ാമത്തെ വയസ്സിലോ 15ാമത്തെ വയസ്സിലോ നമുക്ക് ആവശ്യമുള്ളപ്പോൾ പൈസ ഇതിൽ എടുക്കുകയും ചെയ്യാം. നമുക്ക് ഇന്ന് കുട്ടികൾക്ക് വേണ്ടി ലോൺ മാനദണ്ഡങ്ങൾക്ക് അനുസൃതമായി ലഭ്യമാണ്. നമ്മളുടെ കുട്ടികൾ വളർന്നു വരുമ്പോൾ അന്ന് എന്തൊക്കെയാണ് നമ്മൾ നിയമങ്ങൾ നമുക്ക് അറിയില്ല. അപ്പോൾ ഇപ്പോൾ തന്നെ നമ്മൾ ഇങ്ങനൊരു പ്ലാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു ലോണിന് വേണ്ടി നമ്മൾ ലോൺ ആയിരിക്കില്ല കുട്ടികളുടെ എഡ്യൂക്കേഷനെ തീരുമാനിക്കുന്നത്, നമ്മളുടെ ഇപ്പോഴത്തെ സേവിങ്സ് തന്നെയായിരിക്കും. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇൻവെസ്റ്റ് ചെയ്യാൻ പല രീതിയിൽ ഉപാധികളുണ്ട്. മ്യൂച്വൽ ഫണ്ട് ഉണ്ട്, SIP രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യാം, സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യാം,
അൺലിസ്റ്റഡ് സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ എമർജിംഗ് ആയ ഗോൾഡ് ആൻഡ് സിൽവർ ഇൻവെസ്റ്റ് ചെയ്യാം, ഡോളറിൽ ഇൻവെസ്റ്റ് ചെയ്യാം, ഫിക്സഡ് മെച്യൂരിറ്റി ഇൻവെസ്റ്റ് ചെയ്യാം, ഗ്യാരണ്ടീഡ് ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യാം. ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഉപാധികളുണ്ട്. നിങ്ങൾ മാസം അടയ്ക്കാൻ പറ്റിയ എമൗണ്ട്, ഈവൻ അതൊരു ചെറിയ എത്രയും തീരെ ചെറിയ എമൗണ്ട് ആവട്ടെ, എത്ര കൊല്ലം അടയ്ക്കാം, എത്രമാത്രം റിസ്ക് ടോളറൻസ്, അതായത് ചിലർ പറയും ഗ്യാരണ്ടീഡ് ഫണ്ട് മാത്രം മതി ഗ്രോത്ത് കുറഞ്ഞോട്ടെ, ചിലർ പറയും എനിക്ക് റിസ്ക് എടുക്കാൻ തയ്യാറാണ്, ലോങ് ടൈം അല്ലേ എനിക്ക് റിസ്ക് എടുക്കാം, ഞാൻ അൺലിസ്റ്റഡ് സ്റ്റോക്കുകളിലോ ഷെയർ മാർക്കറ്റിലോ മ്യൂച്വൽ ഫണ്ടിലോ ഗോൾഡിലോ സിൽവറിലോ ഡോളറിലോ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാം, പക്ഷെ എനിക്കൊരു 16-18% ഗ്രോത്ത് കിട്ടണം. ഇങ്ങനെ നിങ്ങളുടെ എത്രമാത്രം റിസ്ക് എടുക്കാം, എത്ര എമൗണ്ട് അടയ്ക്കാം, എത്ര കാലം അടയ്ക്കാം എന്നതിനെ അടിസ്ഥാനമാക്കി വളരെ കൃത്യമായി നിങ്ങൾ എന്തിൽ ഇൻവെസ്റ്റ് ചെയ്യണം, എന്തിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ളത് കൃത്യമായി നമുക്ക് രണ്ടാമത്തെ ഒരു 1-to-1 മീറ്റിങ്ങിലൂടെ നമുക്ക് തീരുമാനിക്കാം. അത് ഓൺലൈനായിട്ടോ ഫിസിക്കലായിട്ടോ, നിങ്ങൾ ലോകത്തിന് എവിടെയുമാവട്ടെ ഓൺലൈനായിട്ടോ അല്ലെങ്കിൽ ഫിസിക്കലായിട്ടോ നമുക്കൊരു അരമണിക്കൂർ ഇരുന്ന് കഴിഞ്ഞാൽ ഇതിനെല്ലാത്തിനും ഒരു പരിഹാരം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഞാനുമായി ഒരു 1-to-1 മീറ്റ് നിങ്ങൾ ഫിസിക്കലായിട്ടോ ഓൺലൈനായിട്ടോ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ താഴെ കൊടുത്ത ഫോം വിശദമായി ഫിൽ ചെയ്യുക. നിങ്ങളുടെ കുട്ടിക്ക് നല്ലൊരു ഭാവി ഞാൻ ആശംസിക്കുന്നു. താങ്ക് യു.